ഇന്നലെ കോന്നിയിലൊരു പ്രസംഗത്തിനിടയിലാണ് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനിടയിൽ അങ്ങ് ഒരു മറുപടി കൊടുത്തത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അതിന് കെ സി വേണുഗോപാലിന്റെ ഒരു മറുപടി വന്നിട്ടുണ്ട്. അങ്ങനെ സമനില തെറ്റി എന്നുള്ള വിധത്തിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അത് അതല്ല, എനക്കറിയാതൊക്കെ അത് അവിടെ ആരെങ്കിലും പിന്നെ എന്നെ എതിർക്കാൻ വേണ്ടിയോ LDF എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവില്ലോ, പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങൾ ഞാനറിയാതെ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മളൊരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. പണ്ട് വേറൊരു രീതി ഉണ്ടായിരുന്നു. ചില ആൾക്കാർ വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്, ഇപ്പം നിങ്ങളെ ഈ പ്രായത്തിലല്ല. അപ്പോൾ ചിലയിടത്ത് പോയാൽ ഒരു കടലാസിൽ ചോദ്യം എഴുതിയിട്ട് കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനില്ലേ? അപ്പം അങ്ങനെയൊക്കെ രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല. പിണറായി വിജയൻ്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് കെ സി വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അത് തന്നെയല്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പോയി ചോദിച്ചപ്പോൾ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ.